അമ്പലത്തിന്റെ മുമ്പിൽ? ഓ, വെറുതെ കാറ്റുകൊള്ളായിരുന്നത്. കോമ്പറ്റീഷന് ഇവളുടെ പെയിന്റിങ്ങിനാ 3rd പ്രൈസ് കിട്ടിയത്. സാറന്ന് ക്യാപ്ഷൻ ഇട്ട് കൊടുത്തില്ലേ ആ പെയിന്റിങ്ങിന്? എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടതായിരുന്നു. ജഡ്ജസ് ഫൈൻ ആർട്സ് കോളേജിലെ സ്റ്റുഡൻസിനോട് പാർഷ്യാലിറ്റി കാണിച്ചതാ. സർ ചെല്ലേ, തൊഴാമെന്നല്ലേ? നട അടയ്ക്കാറായി, താമസിക്കണ്ട. സാറിനെന്താ ഒരു മൂഡൌട്ട് പോലെ, സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ? ആളിത്തിരി സ്റ്റിഫാണെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെ വേണം? വിളിച്ചു പോവണോ? ചിലപ്പോ നീ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയത്. ഓ, ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിന്നെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തേനെ. കൊഴുത, ഒരു സ്ഥലകാല ബോധം വേണ്ടേ? നമ്മളെ അമ്പലത്തിലേക്കാ പോകുന്നത്. മതി. അമ്പലത്തിലേക്കാ? അല്ല, മാർക്കറ്റിലേക്ക്. അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ വേണം ചോദിക്കാൻ അമ്പലത്തിലേക്കാണോ. പെട്ടെന്ന് വന്നടി. ആ, ഇനി എന്റെ പൊന്നുമോൻ അല്പം നടക്ക്. അതിലെന്താ? അല്ലടാ, ഇതിനൊക്കെ ഒരു യോഗം വേണം. കുടുംബം, ഭാര്യ, കുട്ടികൾ, ഇതൊക്കെ ഉണ്ടെങ്കിലേ ജീവിതത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അല്ലടി വിലാസിനി, നീ എന്തിനാണ് ഈ നാണിക്കുന്നത്? മോനെ വാടാ. നല്ല പ്രായത്തിൽ നിന്റെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ. അല്ല, ഇപ്പോഴും സമയം വൈകിട്ടില്ല. എടി, നിന്റെ അമ്മാവന്റെ ഒരു മകളുണ്ടല്ലോ, ഗീത. അവളുണ്ടല്ലോ, ഇവന് നല്ല ചേർച്ചയായിരിക്കും. എന്താണോ എന്നാൽ നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? പലപ്പോഴും നീ അവനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറുക എന്തിനാണെന്ന്. എനിക്കെന്നല്ല, ഒരാൾക്കും അവനെ രക്ഷിക്കാൻ കഴിയില്ല. വേണോട്ടിനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. ചോദിക്കാഞ്ഞിട്ടാണ്. ചോദിച്ചാൽ ആര് പറയാൻ? ഞാൻ പറയാം. നിനക്കത് അറിയണ്ടേ? കേൾക്കണം. നിങ്ങൾ രണ്ടുപേരും കേൾക്കണം. ഞാനിങ്ങനെ കുടിച്ചു കുടിച്ച് സ്വയം നശിക്കുന്നതിന്റെ കാരണമെന്ന് നിങ്ങൾ അറിയണം. നീ എന്നോട് എപ്പോഴും ചോദിക്കാറില്ലേ എന്റെ വിവാഹത്തെക്കുറിച്ച്? എന്റെ വിവാഹം കഴിഞ്ഞു. നീ അറിയോ ആ പെണ്ണിനെ? സുധ. സുധ? അവള് തന്നെ. എന്റെ മനസ്സ് നിറയെ അവളായിരുന്നു. ഇവനറിയാം എന്നെ? അല്ല, ഇവന് മാത്രമേ എന്നെ അറിയൂ. പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളുടെ ഇടയിൽ റോമിയോ ആയിരുന്നു ഞാൻ. കലാകാരൻ, പാട്ടുകാരൻ, ആർട്സ് ക്ലബ് സെക്രട്ടറി, അങ്ങനെ എന്തെല്ലാം. ആരാധിക്കാൻ നിരവധി പെൺകുട്ടികൾ. പക്ഷേ എനിക്ക് അവളെ മാത്രം മതിയായിരുന്നു. ഞാൻ സ്നേഹിച്ച സുധേ, എന്നെ സ്നേഹിച്ച സുധേ, എന്റെ കളിക്കൂട്ടുകാരിയായിരുന്ന. സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം ചെയ്യാൻ സാധിക്കുക എന്നത് ഏതൊരു ചെറുപ്പക്കാരന്റെ അഭിലാഷമാണ്. അതും ലണ്ടനിൽ പ്രശസ്തനായ ബിസിനസ്സുകാരന്റെ ഏക മകൾ, ഹൈലി എഡ്യൂക്കേറ്റഡ്, കേംബ്രിഡ്ജ് പ്രോഡക്റ്റ്. എന്നെ പോലെ ചെറുപ്പക്കാരന് വേറെന്ത് വേണം? ഞങ്ങളുടെ വിവാഹം ആർഭാടമായി തന്നെ നടന്നു. വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ, ദ വെരി ഫസ്റ്റ് നൈറ്റ്, സോറി ഡാർലിംഗ്, ഫ്രണ്ട്സ് അല്ലേ ഇപ്പോഴാ പോയത്. നീ കുടിച്ചിട്ടുണ്ടോ? കുറച്ച് വൈൻ പാർട്ടിയിൽ വെച്ച് പപ്പ നിർബന്ധിച്ചിട്ടാ. ഇന്ന് കുടിച്ചത് ശരി, ഇനി പാടില്ല. എനിക്കിതിന്റെ മണം കേൾക്കുന്നത് അലർജിയാ. പിന്നെ ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഓക്കെ ഓക്കെ, forget it. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു. അല്പസ്വല്പമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. ബിക്കോസ് ഐ ലവ്ഡ് ഹർ. ക്ഷമിക്കണം, എനിക്കിപ്പോ ഇതില്ലാതെ പറ്റില്ല. ഐ ആം സോറി.
അവൾക്കില്ലാത്ത ആക്ടിവിറ്റീസ് ഒന്നുമില്ലായിരുന്നു. ലേഡീസ് ക്ലബ്, സിറ്റി ക്ലബ്, റോട്ടറി, ലയൺ എന്ന് വേണ്ട സൊസൈറ്റി ക്ലാസ്സിന് പറഞ്ഞിട്ടുള്ളതെല്ലാം. എനിക്കെന്തോ ഈ വക കാര്യങ്ങളൊന്നും താല്പര്യമില്ലായിരുന്നു. എന്ന് വെച്ച് ഐ നെവർ റെസ്ട്രിക്റ്റഡ് ഹർ പേഴ്സണൽ ഫ്രീഡം. ആളുകൾ പലതും പറയാൻ തുടങ്ങി. ഞാൻ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചു. പക്ഷേ ഒരു ദിവസം ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. മിസ്റ്റർ ശർമ്മ ഉണ്ട്, റൂം നമ്പർ 113. സാറിന് വെയിറ്റ് ചെയ്തിരിക്കാം. താങ്ക് യു. ബന്ധിച്ചു നിർത്താനാണ് ഭാവമെങ്കിൽ അത് സാധ്യമല്ല. യു ഹാവ് യുവർ ഫ്രീഡം, ഐ വാണ്ട് മൈൻ. ഇംപോസിബിൾ. മാധവമേനോന്റെ മകളെ ഞാൻ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കണമെന്നോ? സാധ്യമല്ല. ഞാൻ എന്റെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഈസ് സ്റ്റുപ്പിഡ്. നിനക്ക് ലജ്ജയില്ലേ സ്വന്തം ഭാര്യയെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞു പരത്താൻ? അതും തന്റെ അച്ഛനോട്. അപവാദമോ? അപ്പൊ ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതൊന്നും വിശ്വസിക്കരുതെന്നോ? വിശ്വസിക്കരുത്. അഥവാ കണ്ടാലും കണ്ണടയ്ക്കണം. അവൾ നിന്റെ ഭാര്യ മാത്രമായിരുന്നുവെങ്കിൽ നീ പറയുന്നത് ശരി. എനിക്ക് ഷീ ഈസ് മോർ ദാൻ ദാറ്റ്. നമ്മുടെ ബിസിനസ് ഇത്ര കണ്ട് വളർന്നത് അവളുടെ അച്ഛന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. നിന്റെ വാക്ക് കേട്ടത് ഇല്ലാതാക്കാൻ മാത്രം ഒരു വിഡ്ഢിയല്ല ഞാൻ. അതിന് ഞാൻ എന്റെ ഭാര്യയെ മറ്റു പലരുടെയും വെപ്പാട്ടിയാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വൈശാഖൻ, മൈൻഡ് യുവർ വേർഡ്സ്. വൈശാഖൻ, ഉയരങ്ങളിൽ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നവർ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടി വരും. സില്ലി മാറ്റർ. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നീ എല്ലാം മറക്കും. ഫർഗെറ്റ് ഇറ്റ്. ലജ്ജയില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ഒരച്ഛൻ മകനോട് പറയാവുന്ന വാക്കുകളാണോ ഇത്? അല്ലെങ്കിൽ നിങ്ങളെ എന്തിനു പഴിക്കണം? നിങ്ങൾ എന്റെ ആരാ? എനിക്ക് 7 വയസ്സുള്ളപ്പോ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് കയറി, ഒരു അതിഥിയെ പോലെ. ഒടുവിൽ അതിഥി വീട്ടുകാരനായി. എന്റെ അമ്മ നിങ്ങളെ എന്നെ കൊണ്ട് അച്ഛ എന്ന് വിളിപ്പിച്ചു. എന്റെ അമ്മ കൊട്ടാരത്തിൽ സരളാദേവിക്ക് അന്ന് ആദ്യമായിട്ടൊരു തെറ്റുപറ്റി. അല്ലെങ്കിലും കൊട്ടാരത്തിലെ ദേവിമാർക്ക് തെറ്റേ പറ്റിയിട്ടുള്ളൂ. എന്റെ വഴി ഞാൻ നോക്കിക്കോളാം. ഗെറ്റ് ലോസ്റ്റ് വിത്ത് യുവർ ബ്ലഡി സൊസൈറ്റി ആൻഡ് സ്റ്റാറ്റസ്. ഞാനും അവളും തമ്മിൽ വീണ്ടും കണ്ടു, കോടതിയിൽ വെച്ച്. അവളുടെ മുഖത്ത് അല്പമെങ്കിലും ദുഃഖമോ വേദനയോ കുറ്റബോധമോ? നത്തിങ്. ആവശ്യം പോലെ ഭർത്താക്കന്മാരെ വിലയ്ക്ക് വാങ്ങാൻ ബാങ്ക് ബാലൻസ് ഉള്ളവർ എന്തിനു ദുഃഖിക്കണം, വേദനിക്കണം? ആദ്യമൊക്കെ എല്ലാം മറക്കാൻ അല്പം കുടിച്ചു തുടങ്ങി. ശീലമില്ലാത്തത് ശീലമായപ്പോ അതൊരു നിർബന്ധമായി മാറി. ഇപ്പോ ദിനചര്യയായി. ഞാൻ നാട്ടിൽ നിന്നാൽ എന്റെ സമനില തെറ്റിപ്പോകുമെന്ന് എനിക്ക് തോന്നി. ചിലപ്പോ അവരുടെ മരണം തന്നെ നടന്നേനെ. ഇതെന്താ കലണ്ടറാ? സാറിന്റെ അടുത്ത് മറക്കാതെ കൊടുക്കണം. അല്ല, ഒരെണ്ണം എനിക്കും തരൂ. നക്ഷത്രവും രാഹുകാലൊക്കെ ഉള്ളത്.
കലണ്ടർ. എന്റെ ബർത്ത്ഡേ എന്നാന്ന് ഇവളെങ്ങനെ അറിഞ്ഞു? കലണ്ടറാന്ന് പറഞ്ഞിട്ട് ഇത് കൊള്ളാം. ഇതെന്തിനാണ് വാങ്ങിയത്? അത് കലണ്ടറാന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാ വാങ്ങിക്കരുതെന്ന്? ആരെങ്കിലും അല്ല, മായക്കുഞ്ഞ്. നായക്കുഞ്ഞ് അവൻ ആരാണ് എനിക്ക്? ഇനി അവര് തന്നു ഇവര് തന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങാനുണ്ടല്ലോ, ആ നിമിഷം തന്നെ ഞാൻ പറഞ്ഞോളൂ. എന്താ കുഞ്ഞി?